ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ടെൻസിൻ്റെ കുറച്ച് ഫോംസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ടെൻസ് അതിൻ്റെ V1, V2, V3 ഫോംസുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് ഏകദേശം എത്ര വാക്കുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? 75 വേർഡ്സിന്റെ V1, V2, V3 ഫോംസുകൾ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മൾ 76ാമത്തെ വേർഡ് മുതലാണ് പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടെൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറ്റാവുന്നിടത്തോളം V1, V2, V3 ഫോംസുകൾ പഠിച്ചു തീർക്കണം. ഓക്കെ, അപ്പൊ നമ്മളിന്ന് 76ാമത്തെ വേർഡ് പഠിക്കാൻ പോവുകയാണ്. എന്താ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു? V1, അതുപോലെ തന്നെ V2, V3 ഫോംസുകളാണ് നമ്മൾ പഠിക്കുന്ന വേർബിന്റെ എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആവുണ്ടല്ലോ? ഓക്കെ, ഇന്ന് 76ാമത്തെ വേർഡിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. ഡിസേർവ്. ഡിസേർവ് ഡിസേർവ് എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കുകയാണ് അല്ലെ. അയാൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അർഹിക്കുക എന്നാണ് ഡിസേർവ് എന്ന വേർഡിന്റെ അർത്ഥം. അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഡിസേർവ്ഡ് ആണല്ലോ. തേർഡ് ഫോമും എന്ത് തന്നെയാണ്? ഡിസേർവ്ഡ് എന്ന് തന്നെയാണ്. ക്ലിയർ? അപ്പൊ അത് ക്ലിയർ ആയി. അടുത്ത വേർഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. കെയർ. കെയർ എന്താണ്? കെയർ എന്ന് പറഞ്ഞാൽ അറിയാലേ. കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക അല്ലെ, നമ്മൾ കെയർ ചെയ്യുക എന്ന് പറയാറില്ലേ. ശ്രദ്ധിക്കുക എന്നാണ് അതിന്റെ വേർഡ് മീനിങ് വരുന്നത്. ഓക്കെ, കെയറിന്റെ സെക്കൻഡ് ഫോം കെയർഡ് എന്നാണ്. തേർഡ് ഫോം കെയർഡ് തന്നെയാണ്. ക്ലിയർ? നെക്സ്റ്റ്, എൻകറേജ്. എൻകറേജ് എന്ന് പറഞ്ഞാൽ എന്താ? എൻകറേജ്. എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ. പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് എൻകറേജ് എന്ന വേർഡിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? എൻകറേജ്ഡ് ആണ്. എൻകറേജ്ഡ് ആണ്. തേർഡ് ഫോം എന്താണ്? എൻകറേജ്ഡ് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ടും പറയാം, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വേർബിന്റെ 3 ഫോംസുകൾ നിങ്ങൾ അതും അതിന്റെ മീനിങ്ങും പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊരു സീരിയസ് മൈൻഡോട് കൂടി എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ വൊക്കാബുലറി കൂടി വരും. നോക്കൂ, 78 വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ 78 വേർഡ്സ് പറഞ്ഞാൽ അത്രയും വേർഡ്സ് നമ്മളുടെ എന്താ പറയാ വൊക്കാബുലറിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇനി നിങ്ങളുടെ തന്നെ വൊക്കാബുലറി ഒരുപാട് ഉണ്ടാവും. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആയി നിങ്ങൾക്ക് ആലോചിക്കും. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം എന്താ പറയാ നിങ്ങൾക്ക് നാളേക്ക് വേണ്ടി മീൻസ് പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് പോവരുത്. നിങ്ങൾ അതിനെ നീട്ടി വെക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടേം പഠിക്കാൻ പോവാണ്. അപ്രോച്ച്. അപ്രോച്ച്. അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപിക്കുകയാണ് അല്ലെ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരാളെ അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമീപിക്കുകയാണ് അല്ലെ. എന്താണ് അതിന്റെ സെക്കൻഡ് ഫോം വരുന്നത്? അപ്രോച്ച്ഡ്. ഓക്കെ, അപ്രോച്ച്ഡ്. തേർഡ് ഫോം എന്താ വരുന്നത്? തേർഡ് ഫോമും അപ്രോച്ച്ഡ് തന്നെയാണ്. ഓക്കെ, അടുത്തത് 80ാമത്തെ വേർഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. 80ാമത്തെ വേർഡ് റെഫർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്, എന്നാലും ഓർത്തു പോവുക. ഞാൻ മലയാളം വേർഡ് മീനിങ് പറയുമ്പോൾ നിങ്ങൾ വളരെ സില്ലി ആയിട്ട് ആലോചിക്കേണ്ട, ചിലതെങ്ങാനും വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ പറയുന്നത്. പരാമർശിക്കുക. പരാമർശിക്കുക. റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരാമർശിക്കുക എന്നാണ് അർത്ഥം. അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? റെഫേർഡ്. 2 R വരുന്നുണ്ട് കേട്ടോ, ആലോചിച്ച് വെക്കേ. തേർഡ് ഫോമും റെഫേർഡ് തന്നെയാണ്. അപ്പൊ റെഫർ, റെഫേർഡ്, റെഫേർഡ്. ഓക്കെ, നെക്സ്റ്റ് റീഫണ്ട്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. റീഫണ്ട്. റീഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചു കൊടുക്കുക. എഴുതുമ്പോഴാണ് ഒരു പ്രശ്നം പറ്റുന്നത് അല്ലെ. തിരിച്ചു കൊടുക്കുക, അതാണ് റീഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റീഫണ്ടിന്റെ സെക്കൻഡ് ഫോം എന്താണ്? റീഫണ്ടഡ് ആണ്. റീഫണ്ടഡ്. തേർഡ് ഫോമും എന്ത് തന്നെയാണ്? റീഫണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ റീഫണ്ട്, റീഫണ്ടഡ്, റീഫണ്ടഡ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ്. 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 പ്രൊഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രൊഹിബിറ്റഡ് ഏരിയ ആണെന്നൊക്കെ പറയാറില്ലേ. വിലക്കുക എന്നാണ് പ്രൊഹിബിറ്റ് മീൻസ്. പ്രൊഹിബിറ്റ്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. എന്താണ്? പ്രൊഹിബിറ്റഡ്. ഓക്കെ, തേർഡ് ഭാഗം എന്താ വരുന്നത്? തേർഡ് ഫോം പ്രൊഹിബിറ്റഡ് തന്നെയാണ്. പ്രൊഹിബിറ്റഡ്. അപ്പൊ പ്രൊഹിബിറ്റ്, പ്രൊഹിബിറ്റഡ്,
പ്രൊഹിബിറ്റഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പ്രൊഹിബിറ്റ്, പ്രൊഹിബിറ്റഡ്, പ്രൊഹിബിറ്റഡ്. നെക്സ്റ്റ് ഹേർട്ട്. ഹേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന, അതായത് ഉപദ്രവിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. ഉപദ്രവിക്കുക, ഹേർട്ട് എന്ന് പറഞ്ഞാല്. അതിന്റെ സെക്കൻഡും തേർഡും ഫോമും ഒന്ന് തന്നെയാണ്. ഹേർട്ട് തന്നെയാണ്, ഹേർട്ട് തന്നെയാണ്. ഓക്കെ, HURT ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സജസ്റ്റ്. സജസ്റ്റ്, സജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുക അല്ലെ. അയാളത് സജസ്റ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറയാറില്ലേ? സജസ്റ്റ് മീൻസ് നിർദ്ദേശിക്കുകയാണ്. അപ്പൊ സജസ്റ്റിന്റെ സജസ്റ്റഡ്, സജസ്റ്റഡ് ആണ്. ഓക്കെ, സജസ്റ്റ്, സജസ്റ്റഡ്, സജസ്റ്റഡ്. ഓക്കെ, നെക്സ്റ്റ് പിക്ക്. പിക്ക്, പിക്ക് എന്ന് പറഞ്ഞാൽ അത് പിക്ക് പറയില്ലേ? പിക്ക് ചെയ്യാന്ന് പറയില്ല, അതായത് പെറുക്കിയെടുക്കുക അല്ലെ. പെറുക്കിയെടുക്കുക, അതാണ് പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ പിക്കിന്റെ സെക്കൻഡ് ഫോം പിക്ഡ് ആണ് കേട്ടോ. തേർഡ് ഫോം എന്താണ്? തേർഡ് ഫോമും പിക്ഡ് തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ 85 വേർഡ്സിലെത്തി നിൽക്കുകയാണ്. നമ്മൾ നോക്കാം. ഡിസേർവ്. ഡിസേർവ് മീൻസ് അർഹിക്കുക. ഡിസേർവ്ഡിന്റെ ഡിസേർവ്ഡ്, ഡിസേർവ്ഡ്. ക്ലിയർ ആയല്ലോ? കെയർ, കെയർഡ്, കെയർഡ്. പറഞ്ഞു നോക്കട്ടോ. അപ്പം എൻകറേജ്, എൻകറേജ്ഡ്, എൻകറേജ്ഡ്. ഓക്കെ, അപ്രോച്ച്, അപ്രോച്ച്ഡ്, അപ്രോച്ച്ഡ്. നെക്സ്റ്റ് റെഫർ, റെഫേർഡ്, റെഫേർഡ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? റീഫണ്ട്, റീഫണ്ടഡ്, റീഫണ്ടഡ്. പ്രൊഹിബിറ്റ്, പ്രൊഹിബിറ്റഡ്, പ്രൊഹിബിറ്റഡ്. ഹേർട്ട്, ഹേർട്ട്, ഹേർട്ട്. ഓക്കെ, സജസ്റ്റ്, സജസ്റ്റഡ്, സജസ്റ്റഡ്. പിക്ക്, പിക്ക്ഡ്, പിക്ക്ഡ്. എത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? കിട്ടുന്ന സമയമൊക്കെ പഠിക്കുക, ഉപയോഗിക്കുക കേട്ടോ. അതായത് നമ്മൾ എപ്പോഴും എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പറ്റും എന്നങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പൊ അതിന് വഴികൾ ഇങ്ങനെ പതിയെ തുറന്നു വരും. എങ്ങനെ എങ്ങനെ, ഹൗ ഹൗ എന്ന് ചിന്തിക്കാതെ പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുക. അപ്പോഴാണ് നമുക്ക് അതിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഹൗ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാല് അതിന് 100 കൂട്ടം തടസ്സങ്ങളായിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പൊ ഒന്നിനും നിങ്ങൾ ടൈം ലാഗ് ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് അറൈവ്. അറൈവ്, അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തുകയാണ് അല്ലെ. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുകയാണ്. അറൈവിന്റെ സെക്കൻഡ് ഫോം arrived. എന്താണ്? അറൈവ്, അറൈവ്ഡ്, അറൈവ്ഡ്. തേർഡ് ഫോമും അറൈവ്ഡ് തന്നെയാണ്. അപ്പൊ അറൈവ്, അറൈവ്ഡ്, അറൈവ്ഡ്. ഓക്കെ, 87th വൺ എത്തി. രജിസ്റ്റർ, രജിസ്റ്റർ. രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്റ്റർ ചെയ്യുക, രേഖപ്പെടുത്തുകയാണ് അല്ലെ. രേഖപ്പെടുത്തുക, രേഖപ്പെടുത്തുക പോയല്ലോ. രേഖപ്പെടുത്തുക, അതാണ് രജിസ്റ്റർ. അപ്പൊ രജിസ്റ്റേർഡിന്റെ രജിസ്റ്റേർഡ് ആണ് വരുന്നത് കേട്ടോ. രജിസ്റ്റേർഡ്, രജിസ്റ്റർ, രജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർഫിയർ. ഇന്റർഫിയർ, ഇന്റർഫിയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കാര്യത്തിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാന്ന് പറയാറില്ലേ? ഇടപെടുകയാണ് അല്ലെ. ഇന്റർഫിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്കൻഡ് ഫോം ഇന്റർഫെയർഡ് ആണ് കേട്ടോ. തേർഡ് ഫോം എന്താണ്? അതും ഇന്റർഫെയർഡ് ആണ്. അപ്പൊ ഇന്റർഫെയർ, ഇന്റർഫെയർഡ്, ഇന്റർഫെയർഡ്. ഓക്കെ, നെക്സ്റ്റ് കൾട്ടിവേറ്റ്. കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കൾട്ടിവേറ്റ്, നമ്മൾ കൃഷി ചെയ്യുന്നതിനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയാ അല്ലെ. കൾട്ടിവേറ്റ്. അതിന്റെ സെക്കൻഡ് തേർഡ് ഫോംസ് എന്താണ്? കൾട്ടിവേറ്റഡ്. തേർഡ് ഫോമോ? തേർഡ് ഫോമും കൾട്ടിവേറ്റഡ് തന്നെയാണ്. അപ്പൊ കൾട്ടിവേറ്റ്, കൾട്ടിവേറ്റഡ്, കൾട്ടിവേറ്റഡ്. നെക്സ്റ്റ് അപ്രൂവ്. അപ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യം അപ്രൂവ്ഡ് ആയി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയാണ് അല്ലെ. അപ്രൂവ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്? അപ്രൂവ്ഡ്. സെക്കൻഡ് എന്താ? തേർഡ് എന്താ വരുന്നത്? അപ്രൂവ്ഡ്. അപ്രൂവ്, അപ്രൂവ്ഡ്, അപ്രൂവ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്. ഇലക്ട്, ഇലക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിരഞ്ഞെടുക്കുക. ഇലക്ട് ചെയ്യുക, ഇലക്ഷനിലൂടെ ഇലക്ട് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുകയല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്? ഇലക്റ്റഡ്. തേർഡ് ഫോമും ഇലക്റ്റഡ്
തന്നെയാണ്. ഇലക്ട്, ഇലക്റ്റഡ്, ഇലക്റ്റഡ്. ഓക്കെ, ഇലക്റ്റഡ്. ഓക്കെ, ഇലക്ട്, ഇലക്റ്റഡ്, ഇലക്റ്റഡ്. നെക്സ്റ്റ് ഫിനിഷ്. ഫിനിഷ്, ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താ? അവസാനിപ്പിക്കുക അല്ലെ, അവസാനിപ്പിക്കുക. ഫിനിഷ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. സെക്കൻഡ് ഫോം എന്താണ്? ഒക്കെ അറിയുന്നുണ്ടാവും അല്ലെ, ഫിനിഷ്ഡ്. തേർഡ് ഫോമും അതും ഫിനിഷ്ഡ് തന്നെയാണ്. അപ്പൊ ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. ഓക്കെ, നെക്സ്റ്റ് എഷ്വർ. എഷ്വർ എന്ന് പറഞ്ഞാൽ എന്താ? എഷ്വർ, ഉറപ്പിച്ചു പറയുക കേട്ടാ. എഷ്വർ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയുകയാണ് എഷ്വർ. എഷ്വർ മീൻസ് ഉറപ്പിച്ചു പറയുക. എന്താണ് അതിന്റെ സെക്കൻഡ് ഫോം? എഷ്വേർഡ്. ഓക്കെ, തേർഡ് ഫോം എന്താ? അതും എഷ്വേർഡ് തന്നെയാണ്. എഷ്വർ, എഷ്വേർഡ്, എഷ്വേർഡ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പാർഡൻ. പാർഡൻ എന്താ? പാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ, രാഷ്ട്രപതിക്കുള്ള ഒരു പവറാണ് പാർഡനിങ് പവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊതുമാപ്പ് നൽകുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ക്ഷമിക്കുക എന്നാണ് പാർഡന്റെ മീനിങ് വരുന്നത്. എന്താണ് സെക്കൻഡ് ഫോം വരുന്നത്? പാർഡൻഡ്. തേർഡ് ഫോമും അത് തന്നെയാണ്, പാർഡൻഡ്. ഓക്കെ, 95ാമത്തെ വേർഡിലെത്തി നമ്മളെ അറ്റാക്ക്. അറ്റാക്ക്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്രമിക്കുകയാണ്, ആക്രമിക്കുക. അറ്റാക്ക് എന്താണ്? ആക്രമിക്കുകയാണ്. സെക്കൻഡ് ഫോം എന്താണ്? അറ്റാക്ക്ഡ്. തേർഡ് ഫോം എന്താണ്? അതും അറ്റാക്ക്ഡ് ആണ്. ഓക്കെ, അറ്റാക്ക്, അറ്റാക്ക്ഡ്, അറ്റാക്ക്ഡ്. അപ്പൊ നോക്കുക, നമ്മളിപ്പോ എടുത്തി അറൈവ്, അറൈവ്ഡ്, അറൈവ്ഡ്. രജിസ്റ്റർ, രജിസ്റ്റേർഡ്, രജിസ്റ്റേർഡ്. ഇന്റർഫിയർ, ഇന്റർഫിയർഡ്, ഇന്റർഫിയർഡ്. cultivate, cultivated, cultivated. approve, approved, approved. elect, elected, elected. finish, finished, finished. assure, assured, assured. pardon, pardoned, pardoned. attack, attacked, attacked. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ഇടയില് വല്ലാണ്ട് നോയ്സ് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഓഫീസിന്റെ അടുത്ത് ഒരു റോഡ് ഉണ്ട്. അപ്പൊ അവിടെ കൂടെ വണ്ടികളൊക്കെ പോകുമ്പോൾ നല്ല ശബ്ദമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ക്ലാസ്സുകൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാട്ടോ. നമുക്ക് അങ്ങനെ ഒരു റെക്കോർഡിംഗ് റൂം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വല്ലാണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കേട്ട് നോക്കുമ്പോൾ ഭയങ്കര ബഹളം ഫീൽ ചെയ്യും. അപ്പൊ ഞാനത് ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒന്ന് സ്ലോ ആവുന്നത് ക്ലാസ്സുകൾ കേട്ടോ. ഓക്കെ, അപ്പം 96ാമത്തെ വേർഡിലേക്ക് നമ്മളെത്തി. വിസിറ്റ്. വിസിറ്റ്, വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സന്ദർശിക്കുകയാണ് അല്ലെ. വിസിറ്റ്, സന്ദർശിക്കുക. ഓക്കെ, വിസിറ്റ്, സന്ദർശിക്കുക. സെക്കൻഡ് ഫോം എന്താണ്? വിസിറ്റഡ്. തേർഡ് ഫോം എന്താണ്? വിസിറ്റഡ് തന്നെയാണ്. അപ്പൊ വിസിറ്റ്, വിസിറ്റഡ്, വിസിറ്റഡ്. ഓക്കെ, ക്ലിയർ? കോഓപ്പറേറ്റ്. കോഓപ്പറേറ്റ് എന്താണ്? കോഓപ്പറേറ്റീവ് സഹകരണ സ്ഥാപനങ്ങൾ അല്ലെ, സഹകരിക്കുകയാണ്. കോഓപ്പറേറ്റ്, സഹകരിക്കുക. എന്താണ് അതിന്റെ സെക്കൻഡ് ഫോം? കോഓപ്പറേറ്റഡ്. തേർഡ് ഫോം എന്താണ്? അതും കോഓപ്പറേറ്റഡ് ആണ്. ഓക്കെ, കോഓപ്പറേറ്റ്, കോഓപ്പറേറ്റഡ്, കോഓപ്പറേറ്റഡ്. 98th വൺ അറ്റാച്ച്. അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധിപ്പിക്കുകയാണ് അല്ലെ, ബന്ധിപ്പിക്കുക. അറ്റാച്ച്. ഓക്കെ, അതിന്റെ വരുന്നത് എന്താണ്? അറ്റാച്ച്ഡ്. ക്ലിയർ? അടുത്തതും തേർഡ് ഫോമും അറ്റാച്ച്ഡ് തന്നെയാണ്. 99th വണ്ണിലെത്തി. കൺസേർവ്. കൺസേർവ് അങ്ങനെ എഴുതിയ പ്രശ്നം ഉണ്ടോ? മാറ്റാം. കൺസേർവ്. കൺസേർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, കോൺസേർവ്. കൺസേർവ് വായിച്ചത് തെറ്റിപ്പോയതാട്ടോ. കോൺസേർവ്. കോൺസേർവ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസേർവ്, കൺസേർവ്, കോൺവേഴ്സേഷൻ എന്ന് പറയില്ലേ, ആ സംഭവം തന്നെ. സംഭാഷണം നടത്തുക, അതിനെയാണ് കോൺസേർവ് എന്ന് പറയുന്നത്. നടത്തുക, സംഭാഷണം നടത്തുക. അപ്പൊ എന്താ പറയാ? സെക്കൻഡ് ഫോം കോൺസേർവ്ഡ്. എന്താണ്? തെറ്റിപ്പോകുന്നടോ വീണ്ടും. കോൺസേർവ് അല്ല, കോൺവേഴ്സ്. കോൺവേഴ്സേഷൻ അല്ലേ പറയാം? കോൺവേഴ്സ്. ഓക്കെ, കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം നടത്തുക. ഓക്കെ,
സെക്കൻഡ് ഫോം എന്താണ്? കോൺവേഴ്സേഷൻ എന്നുള്ള കേട്ടോ. തേർഡ് ഫോം എന്താണ്? കോൺവേഴ്സ് തന്നെ. ഓക്കെ, നെക്സ്റ്റ് 100th വൺ നമ്മൾ സെഞ്ചുറി അടിച്ചു. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടുക അല്ലെ. എക്സ്റ്റെൻഡ് ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ നീട്ടുക എന്നാണ് അർത്ഥം. എന്താണ് അതിന്റെ അടുത്തത് വരുന്നത്? എക്സ്റ്റെൻഡഡ്. ഓക്കെ, തേർഡ് ഫോം എന്താണ്? എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഇത്രയും മതി നമ്മൾക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാനുള്ളത്, V1 V2 V3 ഫോംസ് പഠിക്കുക. ഒപ്പം ഇത്രയും വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുകയും കൂടി ചെയ്താൽ നിങ്ങൾക്ക് എക്സാമിന് ടെൻസിന്റെ ഭാഗം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇംഗ്ലീഷ് ഗ്രാമറിൽ ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഒരു 50% ഓഫ് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ബാക്കിയുള്ള ഭാഗം ടെൻസ് നന്നായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. മാത്രമല്ല, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും പറ്റും. കാരണം നമ്മളൊരു ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ എവിടെ കയറുകയാണെങ്കിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നന്നായിട്ട് നമ്മൾക്ക് ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് നമുക്കൊരു ബാരിയർ ആവാൻ പാടില്ല. അപ്പോൾ അതിനും കൂടി നിങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് ആ ഒരു തരത്തിലും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളിത് പഠിക്കാൻ. നമ്മുടെ ലൈഫ് ലോങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മളെപ്പോഴും നമ്മളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇന്നത്തെ ഈ മൊമെന്റിൽ നമ്മൾ ഏത് പൊസിഷനിലാണോ, ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിങ്ങൾ ഈ മൊമെന്റിൽ നിൽക്കണമെങ്കിൽ നെക്സ്റ്റ് അടുത്ത ഒരു ഡേ വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോകാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും അപ്പിയറൻസ് വൈസ് ആണെങ്കിലും നിങ്ങളുടെ എന്താ പറയാ എന്ത് തന്നെ ലാംഗ്വേജ് ആണെങ്കിലും വൊക്കാബുലറി ആണെങ്കിലും നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്നുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് എന്നുള്ള ഒരു പേഴ്സണ് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണം എപ്പോഴും ശ്രമിക്കാൻ. അപ്പൊ അതിന് എന്തൊക്കെ വേണം എന്ന് നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കരിയർ സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഗവൺമെന്റ് സെക്ടറിലേക്ക് ട്രൈ ചെയ്യുന്നവര് ഒരു കൺസിസ്റ്റന്റ് പ്രോസസ് ആയിട്ട് അതിനെ കണ്ടിട്ട് അതിനെ എടുത്ത് നന്നായി പഠിക്കുക. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.